ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മാംഗ്ലൂർ ബൺസിൻ്റേതാണ്. അപ്പോൾ ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ബൺസാണ് കേട്ടോ. അതിനായിട്ട് ഇത് 2 റോബസ്റ്റ പഴമാണ് കേട്ടോ നല്ല പഴുത്തത് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ മൈസൂർ പഴം എടുത്താലും മതി, നല്ല പഴുത്തത് തന്നെ എടുക്കണം. റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 1/4 കപ്പ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. ഞാൻ ഈ റോബസ്റ്റ പഴം നല്ലവണ്ണം പഴുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി മിക്സിയുടെ ജാർ എടുക്കണമെന്നില്ല കേട്ടോ. ഒരു ബൗളിലേക്ക് ഈ പഴം ചേർത്ത് ഫോർക്ക് വെച്ചിട്ടും ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. കുഴച്ചെടുക്കുമ്പോഴും ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ പഴത്തിൻ്റെ ഈ മിക്സിൽ ആവശ്യത്തിന് മാവ് ചേർത്താണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്കൊരു 2 കപ്പ് മൈദാപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് മിക്സാക്കി നോക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2.25 കപ്പാണ് കേട്ടോ. എനിക്ക് അത്രയും മൈദ ഇതിലേക്ക് വേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ലൂസിനനുസരിച്ചിട്ട് മൈദാമാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ആ 1/4 കപ്പിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഇതിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. എനിക്കപ്പോൾ ഞാൻ 2 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്തത് 1/4 കപ്പാണ് കേട്ടോ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഒന്നിച്ചല്ല ചേർത്ത് കൊടുത്തത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്ര ടൈറ്റാക്കി കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് 1 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം എല്ലാം നല്ല മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസും ആവാൻ പാടില്ല, ഒരു മീഡിയതായി ഒരു ടൈപ്പിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു 8 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം കേട്ടോ. 12 മണിക്കൂറോ അതല്ലെങ്കിൽ ഒരു 8 മണിക്കൂറോ അടച്ചു വെക്കണം. മണിക്കൂർ കഴിഞ്ഞാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 8 മണിയാകുമ്പോൾ കുഴച്ച് വെച്ചാൽ മതി. അതല്ലെങ്കിൽ രാവിലെ കുഴച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് 8 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് മാവുണ്ടാവുക കേട്ടോ. പിന്നെ ഈസ്റ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല, അപ്പോൾ ഒരുപാട് പൊങ്ങിയൊന്നും വരില്ല. എന്നിട്ട് ഇത് നമുക്ക് ബോൾസാക്കി എടുക്കാം. പൂരിയുടെ മാവ് എടുക്കരുത് കേട്ടോ, കുറച്ച് കൂടുതൽ മാവ് എടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. ഇതൊരു 12 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ. പൂരിനേക്കാളും കുറച്ച് മാവ് കൂടുതൽ എടുക്കണം. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായി പരത്തരുത് കേട്ടോ.
പൂരിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് വലിപ്പം കൂട്ടണ്ട, ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇത്ര കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബൺസാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്, മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചട്നിയുടെ കൂടെയും കഴിക്കാം, അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്, ഒരുപാട് തിന്നായി പോവരുത്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. എല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം എണ്ണ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല വീർത്ത് വരും കേട്ടോ. പിന്നെ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നിട്ട് അടിഭാഗം ഒന്ന് കളർ മാറി തുടങ്ങിയാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇത് പൊങ്ങി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ബൺസ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എളുപ്പത്തിൽ തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ. എണ്ണയൊന്നും കുടിക്കത്തില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലവണ്ണം ഇഷ്ടപ്പെടും. അതുപോലെ ചട്നിയെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കഴിക്കുന്നതെങ്കിൽ ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചട്നിയുടെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല, ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. തേങ്ങയും പൊട്ടുകടലയും പച്ചമുളകും കൂട്ടി അരച്ച് താളിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു ചട്നി. അത് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.